അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് കുറച്ചധികം തക്കാളി ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. തക്കാളി കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. പതിവായിട്ട് വെയിലത്ത് പോയിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വെയിലേറ്റിട്ടും അതുപോലെ തന്നെ പൊടിയേറ്റിട്ടും എല്ലാം മുഖത്തുണ്ടാകുന്ന കളർ ചേഞ്ച്, കരിവാളിപ്പ്, മുഖത്തിൻ്റെ നോർമൽ ടോൺ ഇത്തിരി മങ്ങിപ്പോകുന്ന അവസ്ഥ. പലപ്പോഴും ഇതെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ ക്രീമോ ഒക്കെ തേച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോവുകയും വെയിൽ കൊള്ളുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തേക്കുന്ന ക്രീമിൽ ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കരളിനും വൃക്കയും കേടുവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം രാസവസ്തുക്കൾ അടങ്ങിയ ഈ ക്രീമുകളുടെയും ഓയിൽമെൻറ്റുകളുടെയും പുറകെ പോകാതെ നമുക്ക് നമ്മുടെ മുഖത്ത് വെയിലേറ്റിട്ടുണ്ടാകുന്ന കരിവാളിപ്പും മറ്റും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന സൺസ്ക്രീൻ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന തക്കാളിയാണ് ആദ്യം വേണ്ടത്. തക്കാളി ഞാൻ പറഞ്ഞല്ലോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണമെന്നുള്ളത്. തക്കാളി പലതരത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. ചർമ്മത്തിലെ എണ്ണമയം നീക്കാനും കരിവാളിപ്പ് അകറ്റാനും എല്ലാം തക്കാളി മികച്ച ഒന്നാണ്. കൂടാതെ മുഖക്കുരു, മുഖത്തെ കറുത്ത പാടുകൾ, മങ്ങിയ ചർമ്മം എല്ലാം മാറ്റിയെടുക്കാൻ തക്കാളി സഹായിക്കും. അതുപോലെ തന്നെ തക്കാളി ചർമ്മത്തിലെ തുറന്ന സുഷിരങ്ങളും ബ്ലാക്ക് ഹെഡ്സുകളും കുറയ്ക്കാൻ സഹായിക്കും. വെയിലേറ്റിട്ടുണ്ടായ കരിവാളിപ്പ് മാറ്റി ചർമ്മത്തിന് നിറം നൽകാനും തിളക്കം നൽകാനും ഇത് സഹായിക്കും. ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനൊക്കെ തക്കാളി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികൾ, പതിവായിട്ടുള്ള മേക്കപ്പ് മൂലം നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകളൊക്കെ പരിഹരിക്കുന്നതിന് തക്കാളി വളരെ നല്ലതാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ എന്ന ആന്റി ഓക്സിഡന്റ് സൂര്യനിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ തക്കാളിയിൽ വിറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്. അപ്പം ഇത് സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന ചുമന്ന പാടുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. അങ്ങനെ തക്കാളിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്ത തക്കാളി ഇതാ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത തക്കാളിയാണ്. ഇനി ഇതൊന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 4ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. പകുതി പീസ് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ കുരുവും ഈ പൾപ്പും ഒക്കെ നമുക്ക് അങ്ങ് മാറ്റാം. ഇതുപോലെ അങ്ങ് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഒരു മാക്സിമം എല്ലാ കുരുവും ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം പൾപ്പും കുരുവും എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ തക്കാളിയുടെയും കുരുവും പൾപ്പും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ തക്കാളി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ പൾപ്പും കുരുവൊക്കെ മാറ്റിയ തക്കാളി ഇട്ട് കൊടുക്കാം. മൂടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കുഴഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഈ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ ഇടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇതിൻ്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം തക്കാളിയുടെ തൊലിയൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും നമുക്ക് ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലിയെല്ലാം തക്കാളിയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ തക്കാളിയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാനിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് അരിച്ചൊഴിക്കാം.
അപ്പോൾ എന്തെങ്കിലും കുരുവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും കുരുവോ തക്കാളിയുടെ തൊലിയോ ചെറിയ കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കുമ്പോൾ മാറി കിട്ടും. ഇതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ പൾപ്പ് മുഴുവനും എടുക്കണം. അപ്പോൾ മാക്സിമം ഇതിൻ്റെ പൾപ്പ് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇത് തൊലിയാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളിയുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് വറ്റിച്ചിടണം. തക്കാളിയിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനും മാറിക്കിടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിം വെക്കരുത്, ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ തക്കാളിയുടെ ഈ ഒരു ഇത് മാത്രമേ കുറച്ച് പ്രയാസമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്, എന്നാൽ പിന്നെ കറക്റ്റായിട്ട് നമുക്കത് കിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇത് വറ്റിപ്പോകും. നമുക്ക് ഇത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ വെള്ളത്തിൻ്റെ അംശം മുഴുവനും നമുക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നല്ല ക്രീം പരുവത്തിന് ഇതായിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് ഇളക്കണ്ട, പിന്നെ ഒരുപാട് അങ്ങ് കട്ടിയായി പോവും. ഈ ഒരു പരുവത്തിന്, വെള്ളം ഒട്ടുമില്ലാത്ത ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ നനവ് ഒട്ടുമില്ല. നമ്മളിപ്പോൾ 5 തക്കാളിയല്ലേ എടുത്തിട്ടുള്ളത്. 10 ദിവസത്തേക്കാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിതിൽ നിന്ന് 1 ടീസ്പൂൺ മാത്രം എടുത്താൽ മതിയാകും. ഇനി ഒരുപാടിട്ട് വറ്റിക്കരുത്, എന്നാൽ പിന്നെ ഇത് ഉരുണ്ട് ഡ്രൈ ആയി പോവും. നമുക്ക് ക്രീം പരുവത്തിനാണ് ഇത് വേണ്ടത്. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നല്ല ക്രീം പരുവത്തിന് ആയി കിട്ടും. ഇപ്പോൾ വെള്ളമില്ല, ഇനി ചൂട് മാറട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബട്ടറാണ്. ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ബട്ടർ എടുക്കാനായിട്ട്. അപ്പോൾ ബട്ടറിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്, അതുപോലെ തന്നെ കെ ഉണ്ട്. അപ്പം വൈറ്റമിൻ ഇയും എയും സ്കിന്നിൻ്റെ തിളക്കം മെച്ചപ്പെടുത്താനും സ്കിന്നിൻ്റെ ടോൺ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. പലപ്പോഴും സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറി കിട്ടുന്നതിന് ബട്ടർ വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. റൂം ടെമ്പറേച്ചറിലുള്ള ഉപ്പില്ലാത്ത ബട്ടർ ഇതിൽ നിന്നും 1 ടീസ്പൂണാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചു വരുന്ന മഞ്ഞളാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കെമിക്കൽ അടങ്ങിയ മഞ്ഞൾപ്പൊടി ഇതിനായിട്ട് ഉപയോഗിക്കരുത്. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത്. പച്ച മഞ്ഞൾ ചതച്ചിട്ട് അതിൻ്റെ ആ ചാറ് 2-3 തുള്ളി മാത്രം എടുത്താൽ മതിയാകും. മഞ്ഞൾപ്പൊടി ഡ്രൈ സ്കിൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാകും. അതും നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി വേണം എടുക്കാനായിട്ട്. ഈ മഞ്ഞൾപ്പൊടി നല്ല നിറം വയ്ക്കാനും മുഖത്തെ പാടുകളൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞളിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് മുഖത്തുള്ള ആ പാടുകളും മറ്റും നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും. നമ്മുടെ മുഖത്തുള്ള തൊലിയെ ബാധിക്കുന്ന പല രോഗങ്ങളെ അണുബാധകളെയും ചെറുക്കാൻ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ സഹായിക്കും. മുഖക്കുരുവിൻ്റെ പാടുകളോ ചർമ്മത്തിൻ്റെ ഭംഗിയെ ബാധിക്കും വിധത്തിലുള്ള മറ്റു പാടുകളോ എല്ലാം നീക്കം ചെയ്ത് ചർമ്മം തിളക്കമുള്ളതാക്കി തീർക്കാനൊക്കെ ഈ മഞ്ഞൾ സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേനും ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ തേന് മാത്രം മതി. ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ തേൻ വളരെ നല്ലതാണ്. ചർമ്മം തിളക്കമുള്ളതും അതുപോലെ സോഫ്റ്റും ആക്കി എടുക്കാൻ തേൻ സഹായിക്കും. തേനിൽ ആന്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ സ്മൂത്തനിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു. ഇത് ചർമ്മത്തിലുള്ള അമിതമായിട്ടുള്ള എണ്ണമയം നീക്കം ചെയ്യാൻ സഹായിക്കും. തേനില് പ്രോട്ടീൻ, അമിനോ ആസിഡ്, വിറ്റാമിൻ, മിനറൽസ് എന്നിവയെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തേനിലെ പ്രോട്ടീൻ, അമിനോ ആസിഡ്, വിറ്റാമിൻ, മിനറൽസ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ചർമ്മത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിനും ചർമ്മത്തിന്റെ നിറം വീണ്ടെടുക്കുന്നതിനും ഒക്കെ തേൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ തേനാണ്, ഒരുപാടൊന്നും വേണ്ട. തേനുണ്ടെങ്കിൽ തേൻ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമ്മൾ ആലുവേര ജെല്ലില്ലേ, കറ്റാർവാഴ ജെല്ലുണ്ടല്ലോ, ആ കറ്റാർവാഴയുടെ ആ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ജെല്ല് 1 ടീസ്പൂൺ എടുക്കുക.
അപ്പം ചിലർക്ക് കറ്റാർവാഴയുടെ ജെല്ല് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തേൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ഈ തേനും കറ്റാർവാഴയുടെ ജെല്ലും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, ഒലിവ് ഓയിൽ 1 ടീസ്പൂൺ എടുത്താലും മതി. എല്ലാം എഫക്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് തേനാണ്. ഇല്ലെങ്കിൽ മാത്രം ഒലിവ് ഓയിലും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലോ എടുക്കാം. കറ്റാർവാഴയുടെ ജെല്ല് എല്ലാവർക്കും പിടിക്കില്ല, ചിലപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാക്കും. ഇപ്പോൾ തേനാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീം പരുവത്തിന് ഇതായിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാത്രമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 10 ദിവസത്തേക്കാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 10 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണാണ്. അവരവരുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഈ ടൊമാറ്റോയുടെ ഈ ക്രീം എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ 5 തക്കാളി എടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ 10 ദിവസത്തേക്കാണ് എടുത്തിട്ടുള്ളത്. 10 ടീസ്പൂൺ ഉണ്ടാവും. നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം വെക്കണം. ഒരു 10 ദിവസത്തേക്ക് മാത്രം ചെയ്ത് വെച്ചാൽ മതിയാവും. നമ്മൾ ഇനി ചെയ്യാനുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പൊന്നുമില്ലാത്ത കുപ്പികളിൽ അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ആവശ്യത്തിന് മാത്രം ഇതുപോലെ 1 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ബാക്കി അടച്ച് വീണ്ടും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ബാക്കി ടൊമാറ്റോയുടെ ആ ക്രീം ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പില്ലാത്ത ബട്ടർ വേണം ഇതിനായിട്ട് എടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ. ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത്. കുറച്ച് പച്ചമഞ്ഞൾ എടുത്തിട്ട് ഒന്ന് നല്ലോണം ചതച്ച് അതിൻ്റെ നീര് 1-2 തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. 1 ടീസ്പൂൺ തേന് എടുത്തിട്ടുണ്ട്. തേനിന് പകരം അലോവേര ജെല്ലെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ എടുക്കാം. ഞാൻ തേനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിന് ആക്കിയെടുക്കാം. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന യാതൊരുവിധ രാസവസ്തുക്കളും ചേർക്കാത്ത സൺസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കാം. ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് വരുമ്പോഴോ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക. മുഖത്തിന് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഡ്രൈ ആവുമ്പോൾ കഴുകി കളയാവുന്നതാണ്. ഈ ഒരു കോമ്പിനേഷൻ അത്യാവശ്യം മുഖം നന്നായി ഗ്ലേസിങ്ങിന് സഹായിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ ടോൺ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ചുളിവുകളും മുഖക്കുരുവിൻ്റെ പാടൊക്കെ മാറുന്നതിനും കണ്ണിന് ചുറ്റുമുള്ള കരുവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും. ഇത് നിങ്ങളുടെ സ്കിന്നിൽ അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചെടുത്ത് പുരട്ടി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് അലർജി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്